ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 232 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് യോന എന്ന പ്രവാചകൻ. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ്, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് കാണിക്കുന്നത്. അമിത്തായിയുടെ മകനാണ് യോന. ഗത്ഹേഗർ എന്ന സ്ഥലത്താണ് താൻ താമസിക്കുന്നത്. അത് ഉയർന്ന ഒരു മലപ്രദേശമാണ്. നസറേത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലമാണ് സ്ഥലം. യോനയുടെ പുസ്തകം ഭൂരിഭാഗവും ചരിത്രങ്ങളും അല്ലെങ്കിൽ അന്നത്തെ സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു യോനയെ പറ്റി പറയുന്നത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും യോന ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് താൻ പ്രസംഗിച്ചു. തന്റെ പ്രവചനകാലം BC 793 മുതൽ 753 വരെയും 40 വർഷമാണ് തന്റെ പ്രവചന കാലം. ഏലീശയ്ക്ക് ശേഷം ആമോസ്, ഹോശേയ എന്നീ പ്രവാചകന്മാരുടെ തൊട്ടു മുമ്പേ ശുശ്രൂഷിച്ച വ്യക്തിയാണ് യോന പ്രവാചകൻ. ദൈവം പറഞ്ഞു, യോനെ, നീ നിനവേലേക്ക് പോകാൻ പറഞ്ഞു. നിനവ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ദ്വീപാണ്. അസീറിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം, വളരെ മനോഹരമായൊരു പട്ടണം. ആ പട്ടണത്തിൽ പോയി നീയെ അവർക്ക് വിരോധമായി പ്രസംഗിക്കണം. അവരോ മഹാപാപികളാണ്. 1,20,000-ത്തിലധികം പേര് താമസിക്കുന്ന നല്ല മനോഹരമായൊരു പട്ടണത്തിൽ പോയി വിരോധമായി പ്രസംഗിക്കണം. അതല്പം പ്രയാസമായി തോന്നി. യോന വീട്ടുകാരോടും നാട്ടുകാരോടും സഭക്കാരോടൊക്കെ നിലവിലേക്ക് പോകുകയെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് തൻ്റെ യോപ്പയിലെ ആ തുറമുഖത്ത് എത്തുന്നത് വരെ എൻ്റെ ചിന്താഗതിയാണ്, തൻ്റെ മനസ്സ് ആകെ തകർന്ന് വല്ലാത്തൊരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ പോയി വിരോധമായി പ്രസംഗിച്ചാൽ ഇനി എൻ്റെ വീട്ടിലേക്ക് വരികയില്ല എന്നുള്ള ചിന്താഗതി തന്നെ ഭരിച്ചു കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ യോപ്പ തുറമുഖം ഒരു ഇന്റർനാഷണൽ തുറമുഖമാണ്. അവിടെ പല കപ്പലുകൾ അവിടെ നങ്കൂരമടിച്ച് യാത്രയ്ക്കുള്ള തയ്യാറായിരിക്കുന്ന വേള, തന്റെ ഉള്ളിലെ ഭയം കൊണ്ട് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, ഗ്രേറ്റ് ബ്രിട്ടൻ. അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഭയപ്പെട്ടിട്ട് താൻ അവിടെ കൂലി കൊടുത്തു. താൻ ആ കപ്പലിൽ കയറിയത് ഓർമ്മയുണ്ട്, ഭയം കൊണ്ട് ഉറങ്ങിപ്പോയി. ഇന്നൊത്തിരി ദൈവദാസന്മാര് യോനയെ പറ്റി പ്രസംഗിക്കുന്നുണ്ട്. ഒരു നല്ല ഭൂരിഭാഗം ആളുകളും യോനയെ കളിയാക്കി പ്രസംഗിക്കുന്നവരുണ്ട്. ചിലർ ഇപ്പോഴത്തെ ഒരു വാക്ക് പറയും, നിനവേലേക്ക് പോകാനുള്ള പണം കൊണ്ട് അത് തിരിമറി നടത്തി തർശീശി കപ്പലിൽ കയറിയെന്നും പറഞ്ഞ്
യോനെ വേണമെങ്കിൽ അപമാനിക്കുന്ന നല്ലൊരു കൂട്ടം ആളുകൾ ഇല്ലാതില്ല. ഇനിയും യോനെ പറ്റി ഒരു പാട്ടും എഴുതിയിട്ടുണ്ട്. അത് ഇച്ചിരി സങ്കടമായി പോയി. കപ്പലിൽ ഉറങ്ങിടുന്ന യോനയെ പോലുള്ളവരെ കഷ്ടമായി പോയി. ഞാൻ ചോദിക്കട്ടെ, വടക്കൻ കൊറിയ ഇന്ന് ഭരിക്കുന്നത് കിം ജോങ് ഉന്നാണ്. ആ രാജ്യത്തെ ബൈബിളിൽ കൈവശമുള്ളവരെ ജയിലിലിടും, പുറലോകം കാണാൻ പറ്റിയേല. ആ രാജ്യത്തെ സുവിശേഷവുമായിട്ട് ആരെങ്കിലും പോകാനായിട്ട് പോകുമോ? ഞാനടക്കമാ ചോദിക്കുന്നത്. അതിനു വേണ്ടിയുള്ള വണ്ടിക്കൂലിയും വീസയും എടുത്തു തരാമെന്ന് പറഞ്ഞാൽ പോകുമോ? ഒരു കുഞ്ഞും പോകുകയില്ല. കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ തിരിച്ചു വരികയില്ലെന്നറിയാം. നമ്മളൊക്കെ പലര് സ്റ്റേജ് കിട്ടുമ്പോൾ പല വീമ്പിളക്കുന്നവരുണ്ട്, യോനെ അപമാനിക്കുന്നവരുണ്ട്, യോന ദൈവവഴി വിട്ടു പോയെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നമ്മളാണെങ്കിലോ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും കൂടെ ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ഒത്തിരി ആളുകൾ പ്രസംഗവേദി പറയാറുണ്ട്, ഞാൻ US ഇത്ര പ്രാവശ്യം പോയി, കാനഡ ഇത്ര പ്രാവശ്യം പോയി, UK പോയി, ഗൾഫ് രാജ്യങ്ങളിൽ പോയി, ലോകത്തിന്റെ പല രാജ്യങ്ങളൊക്കെ പോയെന്ന് പറയും. ഞാനിതുവരെ കേട്ടിട്ടില്ല കിം ജോങ് ഉന്നിന്റെ രാജ്യത്ത് പോയി ഞാൻ അവിടെ പ്രസംഗിച്ചു എന്ന് ഞാനിതിനെ കേട്ടിട്ടില്ല. നമ്മളൊരു കാര്യം ഓർക്കണം, എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തുവാൻ ആകരുത്. അവരെപ്പറ്റി നന്നായിട്ട് നമ്മൾ പഠിക്കുവാൻ അവസരമിടുക. യോന ഒരു സത്യസന്ധനായിരുന്നു. യോന കള്ളം പറയാത്തവനായിരുന്നു. തന്റെ ഈ തർശീസ് കപ്പലിലെ യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഏറ്റവും അടുത്തട്ടി പോയി നല്ല ഉറക്കമാണ്. കപ്പലാകെ ഇളകി മറിഞ്ഞിട്ടും താൻ അവിടെ ഗാഢനിദ്രയായിരുന്നു. കുറ്റബോധമൊക്കെ ഉണ്ട്, മനുഷ്യന് ഭയമല്ലേ. നിവിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ നിന്നെ എവിടെ എത്തിക്കണോ ദൈവം തീരുമാനിക്കുന്നിടത്ത് എത്തിച്ചിരിക്കും. ഇതിനകത്ത് വ്യാജമൊന്നും നമ്മുടെ പ്രവചനം കാണിച്ചില്ല. അവിടെ ദയവ് ചെയ്ത് പ്രസംഗവേദിയിലെ യോനെ അപമാനിക്കുന്ന വാക്കുകളും യോനെ കളിയാക്കിയുള്ള പാട്ടുകളും പാടാതിരിക്കുകയായിരിക്കും നല്ലത്. ഇന്ന് ഈ ക്ലാസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല, കുറച്ചുകൂടെ ഉള്ളത് കൊണ്ട് ഞാനിവിടെ തൽക്കാലം ക്ലാസ് സമാപനം കുറിക്കുന്നു. തുടർന്നും ഈ വിഷയം തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത സഹോദരങ്ങളിൽ കാലങ്ങൾ ഇനി അധികമില്ല. യേശു വരാറായി. കൈവിടപ്പെട്ടു പോകരുതേ. എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും അതിലംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം.